മനസ്സ് കലുഷിതമാകുമ്പോൾ ഓരോ മലയാളിയും ഈ പുസ്തകം കയ്യിലെടുക്കട്ടെ. അത് നമ്മെ ശുദ്ധീകരിച്ചെടുക്കും. എം മുകുന്ദൻ. ഈ പുസ്തകം എന്നെ കരയിച്ചു, രാത്രി ഉറക്കമില്ലാതാക്കി തീർത്തു. ഇതിലധികം മറ്റെന്താണ് ഞാൻ ഇതിനെപ്പറ്റി പറയേണ്ടത്? സുഗതകുമാരി. ആത്മാവ് സ്വയം ശുദ്ധീകരിച്ച് വിഷം വിളക്കുന്ന സൂര്യമഹസായി പരിവർത്തനപ്പെടുന്നതിൻ്റെ പുളകോദ്ഗമകാരിയായ കഥ കസൻ സർക്കീസ് പറയുകയല്ല, പാടുകയാണ്. ONV കുറുപ്പ്. ഈ പുസ്തകം വായിച്ചു തീർക്കുമ്പോഴേക്കും നിങ്ങൾ ഒരു രണ്ടാം പിറവിയിലൂടെ കടന്നു പോകുന്നു. ഞാൻ കസൻ സർക്കീസിന് മുമ്പ്, മറ്റൊരു ഞാൻ കസൻ സർക്കീസിന്റെ പാരായണത്തിന് ശേഷം. OV വിജയൻ. ഈ വായനാ ദിനത്തിൽ എന്നെ ഏറെ സ്പർശിച്ച ഒരു പുസ്തകം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. മിക്കവരും തന്നെ വായിച്ചിട്ടുള്ളവരായിരിക്കും, വായിക്കാത്തവർ തീർച്ചയായും വായിക്കണം. നിക്കോസ് കസൻ സർക്കീസിന്റെ ഗോഡ്സ് പോപ്പർ, അതിന്റെ മലയാള വിവർത്തനം സെയിന്റ് ഫ്രാൻസിസ് എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട്. മീഡിയ ഹൗസ് ആണ് ഇറക്കിയിരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ അത് ലഭ്യമല്ല. ഇടയ്ക്ക് NPS അത് വീണ്ടും ഇറക്കിയിരുന്നു. ഇത്രയേറെ ഹൃദ്യമായൊരു പരിഭാഷ ഞാൻ വേറെ കണ്ടിട്ടില്ല. നമ്മെ വായനയിലൂടെ വിമലീകരിക്കുന്ന ഒരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് സെയിന്റ് ഫ്രാൻസിസ്. വായനാ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും. വായന ഒരു ലഹരിയായി മാറട്ടെ.